നമസ്കാരം. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണിലാണോ അതോ നിങ്ങളുടെ യഥാർത്ഥ പ്രവർത്തന മേഖലയിലാണോ? ഈ കാര്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. എന്താണ് കംഫർട്ട് സോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങളിപ്പോൾ ഒരു ജോലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങളിപ്പോൾ ഹാപ്പിയാണ്. അതിന് പല പല കാരണങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു പെരുമാറ്റവും അല്ലെങ്കിൽ ആളുകളുടെ ഒരു സഹകരണ മനോഭാവവും നിങ്ങൾക്ക് ലഭിക്കുന്ന റെസ്പെക്റ്റും കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന ഈ കാര്യങ്ങളുടെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഇത് കംഫർട്ട് സോൺ ആണോ അതോ നിങ്ങളുടെ യഥാർത്ഥ പ്രവർത്തന മേഖലയാണോ എന്ന് നോക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ചുറ്റുമുള്ള ആളുകളെല്ലാം നിങ്ങളെക്കാളും അധികം കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ റെസ്പെക്ട് കിട്ടുന്ന സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിലവിൽ കുറച്ചു കാലമായി അവിടുത്തെ ആളുകളുമായി ഉള്ള നിങ്ങളുടെ ഒരു വൈബ്രേഷൻ നല്ല രസകരമായതുകൊണ്ട് നിങ്ങളിപ്പോൾ ഹാപ്പിയായി പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പണി എടുക്കേണ്ടി വരില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിലോട്ട് നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കംഫർട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ഒന്ന് കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ കുറച്ച് നല്ല ആളുകൾ വരികയാണെങ്കിൽ അവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്ഥാനം ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ പെർഫോമൻസ് പോരാ, നിങ്ങൾക്ക് കഴിവ് കുറവാണ് എന്നെല്ലാം അവിടെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ അതുവരെ അവർക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കൈമൈ മറന്ന് സമയം മറന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ പ്രവർത്തന മേഖലയിലല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ സാധാരണ ഒരു റിസൾട്ടിന്റെ ആവറേജ് റിസൾട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങൾ ഒരുപാട് അതിനുവേണ്ടി ബുദ്ധിപരമായും അല്ലെങ്കിൽ ചിലപ്പോൾ കായികപരമായും സമയത്തിന്റെ കാര്യത്തിലും ഒരുപാട് നിങ്ങൾ അവിടെ അധ്വാനിക്കേണ്ടി വരും അല്ലെങ്കിൽ സമയം കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ അവിടെ നിങ്ങൾക്കൊരു നല്ല ഒരു സ്ഥാനമോ സന്തോഷമോ ഒക്കെ ഉണ്ടാക്കി തന്നേക്കാം. പക്ഷേ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ അവിടെ നിങ്ങളുടെ പെർഫോമൻസ് പോരാ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് പോരാൻ പറ്റാത്തൊരവസ്ഥ വരും. അതാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കംഫർട്ടിൽ അവിടെ ഇരിക്കുകയാണ് കുറേ കാലങ്ങളായി. നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പോൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പുറത്തൊരു കമ്പനിയിൽ പോയിട്ട് കാര്യമില്ല എന്നറിയാം. കാരണം എന്താ വെച്ചെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിന്റെ പരമാവധിയിലായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ അത് നിങ്ങൾക്ക് മടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആ കാര്യങ്ങൾ. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ കഴിവ് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ടാലന്റോ നിങ്ങളുടെ ഇൻട്രസ്റ്റിനോ അനുസരിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ സമയം ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. പിന്നീട് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എല്ലാ കഷ്ടപ്പാടും സഹിച്ച് ചിലപ്പോൾ അവരുടെ ഒരു നെഗറ്റീവ് ഒരു ഇമോഷൻ എല്ലാം നമ്മൾ അനുഭവിച്ച് അവിടെ നിൽക്കേണ്ട അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു ജോലിയിൽ നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയിലായിരിക്കും കൂടുതലുള്ളതെന്ന് തോന്നുന്നു. ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾ അയാൾക്ക് ഒരു നല്ലൊരു അന്തരീക്ഷം അവിടെ അയാൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ പ്രശ്നം വരാൻ സാധ്യത കൂടുതൽ അവിടെ ആ ബിസിനസ് കുറവാകുമ്പോഴാണ് അയാൾ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലോട്ട് പോകുന്നത്. അപ്പോൾ സ്വയം തൊഴിലാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടെന്നില്ലേ, നിങ്ങൾക്ക് നല്ലൊരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ആ സ്ഥലം നല്ല സുഖകരമായ അവസ്ഥയാണെങ്കിൽ കൂടി അവിടെ ബിസിനസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നിർത്തേണ്ടി വരും. പുതിയ കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ നോക്കേണ്ടത് എപ്പോഴും നമ്മുടെ യഥാർത്ഥ ഇൻട്രസ്റ്റും യഥാർത്ഥ പൊട്ടൻഷ്യലും യഥാർത്ഥ കഴിവും പെർഫോം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണോ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതായത് നമുക്ക് ക്രിയേറ്റീവായി അവിടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നത് നമുക്ക് സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്നുണ്ടോ? മാത്രമല്ല ഈ കാര്യം കൊണ്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഗുണം ലഭിക്കുന്നുണ്ടോ? ഇനി ഇവിടെ അല്ല, നമ്മൾ വേറെ എവിടെയെങ്കിലുമാണ് വർക്ക് ചെയ്യുന്നത് ഈ പ്രവൃത്തി ചെയ്യുന്നതെങ്കിലും അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി അവിടെ ആ രീതിയിലുള്ള ഒരു പ്രവർത്തന മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടുന്ന് ഏതെങ്കിലും സിറ്റുവേഷൻ നമുക്ക് പോരേണ്ടി വന്നാൽ പോലും നമ്മൾ കൂടുതൽ നല്ലൊരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അപ്പോൾ നിലവിലുള്ള ഒരു മേഖലയിൽ നിന്ന് മാറുകയാണെങ്കിൽ പോലും കൂടുതൽ നല്ല ഒരു രീതിയിലേക്ക് നല്ലൊരു മേഖലയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങളൊരു കംഫർട്ട് സോണിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ്
ഈ സാലറി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, കുറച്ച് സാലറി കൂട്ടിത്തരണം എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറവാണ്, നിങ്ങളുടെ ഔട്ട്പുട്ട് കുറവാണ്. ഇനി സാലറി കൂട്ടിത്തന്നാലും ഇതിൻ്റെ മേലെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. പിന്നെ അതുമല്ല, നിങ്ങൾ പോയി പുതിയൊരാൾ അവിടെ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടെ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളില്ലെങ്കിലും ഇഷ്ടംപോലെ ആളുകൾ ഇനി നിങ്ങളുടെ അതേ പെർഫോമൻസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ അതേ പൈസയ്ക്ക് പുതിയ ഫ്രഷായ ആളുകൾക്ക് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പം അത് കാരണം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരും. കാരണം സാലറി കൂട്ടി ചോദിക്കാൻ പറ്റില്ല, എന്നാൽ ജീവിത ചെലവ് കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. എന്നാൽ ഇനി അവിടുന്ന് മാറി വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുന്നറിയില്ല. ഇനി പുറത്ത് എവിടെ പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ചിലപ്പോൾ ഇത്ര പോലെ ഒരു പരിഗണനയോ ഇത്ര പോലും ചിലപ്പോൾ ശമ്പളമോ കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം ഒരുപാട് കാലം ഒരു സ്ഥലത്ത് നിന്നിട്ട് പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് മാറുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ്, അന്ന് ചെറുപ്പമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഒരു മെച്യൂരിറ്റി വന്നു. ഇനി പുതിയ ആളുടെ അടുത്ത് പോയിട്ട് പുതിയ അന്തരീക്ഷത്തിൽ അവിടെ ഒന്ന് സർവൈവ് ചെയ്ത് ഒന്ന് സ്റ്റേബിൾ ആവാൻ പറ്റിയൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയായിരിക്കില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഭാവിയിൽ നിങ്ങൾക്ക് വരാതിരിക്കാനായി നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളൊരു പ്രവർത്തന മേഖലയിൽ കയറുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ പ്രവർത്തന മേഖലയാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം അവിടെ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ പ്രവർത്തന മേഖല കണ്ടെത്താനുള്ള ഒരു ശ്രമം, ഒരു സെൽഫ് ചെക്കിംഗ് നടത്തുക. അതിനുശേഷം ആ ഒരു മേഖല കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങളുടെ യഥാർത്ഥ പ്രവർത്തന മേഖലയിലേക്ക് മാറാൻ സാധിക്കും, അല്ലെങ്കിൽ മാറാനുള്ള ശ്രമങ്ങളെങ്കിലും നടത്താൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ യഥാർത്ഥമായ പ്രവർത്തന മേഖല നിങ്ങൾ നിരന്തരമായി സെൽഫായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന കോഴ്സ് ഒറിജിനൽ ഡൊമൈൻ ഡിസ്കവറി എന്ന് പറയുന്നത് ഒരാളുടെ യഥാർത്ഥമായ പ്രവർത്തന മേഖല ഏതാണെന്ന് കണ്ടെത്തുന്ന കോഴ്സാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒന്നുകിൽ ഇതുപോലെ കോഴ്സുകൾക്ക് ചേരുക, അല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടെത്തി യഥാർത്ഥ പ്രവർത്തന മേഖലയിലാണോ എന്ന് നോക്കുക. കാരണം അപ്പോഴാണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ ദിവസത്തെയും ആ എഫർട്ടും ആ സമയത്തിനും അധ്വാനത്തിനും എല്ലാം ഭാവിയിൽ പോലും അതിനൊരു കോമ്പൗണ്ടിങ് റിസൾട്ട് ലഭിക്കുന്ന രീതിയിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുന്ന രീതിയിൽ, ഓരോ ദിവസവും കോൺഫിഡൻസ് കൂടുന്ന രീതിയിൽ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടുന്ന രീതിയിൽ, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്ന രീതിയിൽ, നിങ്ങളുടെ ഔട്ട്പുട്ട് കൂടുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പിന്നെ ഇതിനു വേണ്ടി പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു മേഖലയിൽ എത്തിപ്പെടുമ്പോൾ പിന്നീട് അവിടെ നമുക്ക് ഇഷ്ടമല്ല, ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് കാലം അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് സാലറി കിട്ടുമായിരിക്കും. പക്ഷേ പുതിയ സ്ഥലത്തോട്ട് പോകുമ്പോൾ ചിലപ്പോൾ സാലറി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു പ്രവർത്തന മേഖല കണ്ടെത്തുന്നത് വരെ കുറച്ചൊരു കയറ്റിറക്കങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ഉയരാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ ഇതുവരെ പോയതിൽ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ ചിലപ്പോൾ പൂജ്യത്തിൽ നിന്ന് വീണ്ടും തുടങ്ങേണ്ടി വരും. അപ്പോൾ പ്രധാനമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് അനാവശ്യമായ ചെലവുകൾ നമ്മൾ സ്വയം വരുത്തി വയ്ക്കാണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒരുപാട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, ആചാരങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഇപ്പോൾ വിവാഹം അല്ലെങ്കിൽ അതുപോലെയുള്ള ചടങ്ങുകൾ എല്ലാം ഇപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് ഒരു ചെലവ് കൂടിയ ഒരു കാര്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ള എല്ലാ ചെലവുകൾക്കും അതൊരു ആചാരമായിട്ട് മാറുകയാണ്. ഒരുപാട് ഭയങ്കരമായ ചെലവ് ചെയ്യണം, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പണം ഇവിടെയൊക്കെ ചിലവാക്കുമ്പോൾ പിന്നീട് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഒന്നും മാറാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം നമ്മളൊന്ന് സ്റ്റേബിൾ ആവുന്നത് വരെ നമുക്ക് കോൺഫിഡൻ്റ് ആയി ഒക്കെ ഇനി എനിക്ക് മുന്നോട്ട് ഉയർച്ച മാത്രമേ ഉണ്ടാകൂ എന്നുള്ള തോന്നൽ വരുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രം മാറ്റിവെക്കാൻ അല്ലെങ്കിൽ ചിലവ് വരാവുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിലാണ് ഇതെല്ലാം ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിതരായി പോകും. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കാനുള്ള അവസ്ഥയിലോട്ട് വരും. കാരണം ഒന്ന് മാറണമെങ്കിൽ റിസ്ക് എടുക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.